കോഴിക്കോട് സ്വിസ് ബാങ്ക് തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതിയും കമ്പനി സിഇഒയുമായ വസീം പിടിയിൽ. മലപ്പുറം തലപ്പാറയിൽ നിന്ന് തിരൂരങ്ങാടി പോലീസാണ് വസീമിനെ അറസ്റ്റ് ചെയ്തത്. വസീമിനെ ഇന്ന് വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. പ്രതിക്കായി കോഴിക്കോട് നടക്കാവ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ രാത്രിയോടുകൂടിയാണ്. ഇന്ന് രാവിലെ നമ്മൾ ചോദ്യങ്ങൾ ചെയ്തു, കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു, പുള്ളി കാര്യങ്ങളൊക്കെ സമ്മതിച്ചു. ഇന്ന് രാവിലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പുള്ളി ഗൾഫിലായിരുന്നു. അപ്പം നാട്ടിലെത്തി കുറച്ച് ദിവസമായിട്ട് പോലീസിന് പിടിതരാതെ ഒളിവിലായിട്ട് കഴിഞ്ഞായിരുന്നു. കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ എഫ്ഐആർ എടുത്തു. പ്രതി അന്വേഷിച്ച് വരികയായിരുന്നു. നടക്കാവ് പോലീസ് സ്റ്റേഷൻ, കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിലവിൽ 10 എഫ്ഐആർ ഉണ്ട്. കേരളത്തിൽ മറ്റ് പല സ്റ്റേഷനിലായിട്ട് നിരവധി കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി ചേരുന്നത് രാഹുൽ സുരേഷാണ്. രാഹുൽ, ഈ സ്വിസ് ബാങ്ക് തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതിയും കമ്പനി സിഇഒയുമായ വസീം പിടിയിലായിരിക്കുന്നു. ഏത് രീതിയിലായിരിക്കും ഇനി കേസ് മുന്നോട്ട് പോകുക? മറ്റു പലർക്കെതിരെയും ആരോപണങ്ങൾ ഉണ്ടായിരുന്നല്ലോ. രാഹുൽ തന്നെ തുടക്കം മുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കേസാണല്ലോ ഇത്. ക്രിസ്റ്റീന, ഇന്നലെ രാത്രി മലപ്പുറം തലപ്പാറയിൽ നിന്നാണ് വസീം തൊണ്ടേക്കോടൻ പോലീസ് പിടിയിലാവുന്നത്. വാക്കുതർക്കവുമായി ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് സ്വിസ് ബാങ്കിൽ തട്ടിപ്പിലെ ഒന്നാം പ്രതിയാണെന്ന് പോലീസ് തിരിച്ചറിയുന്നത്. തുടർന്ന് നിക്ഷേപകരുടെ പരാതിയുള്ള കോട്ടയ്ക്കൽ പോലീസിന് കൈമാറുകയും ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. അല്പസമയത്തിനുള്ളിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഈ സമയത്ത് നടക്കാവ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. കോട്ടയ്ക്കൽ സിഐ നമ്മളോട് പറഞ്ഞതനുസരിച്ച് പ്രതി നിലവിൽ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ പരാതിയുമായി പരാതിക്കാർ രംഗത്തെത്തിയതോടെ പ്രതി ഒമാനിലേക്ക് കടന്നിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തുകയും ചെയ്യുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കാവ് പോലീസ് വസീമിന് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ സിഐ പറയുന്നതനുസരിച്ചാണെങ്കിൽ പ്രതി പോലീസിന് പിടി നൽകാതെ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി മറ്റൊരു കേസിൽ പെടുകയും പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. സ്വിസ് ബാങ്ക് തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതി പിടിയിലായി. വിവരങ്ങൾ നൽകിയത് രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന്.